പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. 1962 തോപ്പിൽവാസി KPSCക്ക് വേണ്ടി രചിച്ച് 5 വർഷങ്ങൾക്കിപ്പുറം 1967 A. വിൻസെന്റിന്റെ സംവിധാനത്തിൽ സിനിമയാക്കപ്പെട്ട അശ്വമേധം എന്ന നാടകത്തിലെ വരികളാണിവ. എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കോ. കുഷ്ഠരോഗത്തെ അത് ബാധിച്ച മനുഷ്യരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ആളുകളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച അശ്വമേധത്തിലെ വരികളാണിവ. കയ്യിൽ വെളിച്ചമുണ്ടോ. കുഷ്ഠരോഗം മരുന്നുകളില്ലാത്ത മാറാവ്യാധിയായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പകർച്ചവ്യാധിയായി കണ്ട് രോഗബാധിതരായ ആളുകളെ സമൂഹം ഒഴിവാക്കിയിരുന്ന 1934 കാലഘട്ടത്തിലാണ് ശ്രീ ചിത്തിരഞ്ജനാൾ മഹാരാജാവ് ഇന്ന് കാണുന്ന ഈ സാനിറ്റോറിയത്തിന് രൂപം നൽകിയത്. സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാർ ഇതൊരു മാറ്റിപ്പാർപ്പിക്കൽ കേന്ദ്രം എന്നതിലുപരി മരുന്നുകളുടെ വരവോടുകൂടി ഇതൊരു ചികിത്സാ കേന്ദ്രമായി മാറി. ചികിത്സിക്കപ്പെടാനും രോഗം ഭേദമാകപ്പെടാനുമുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇവിടുത്തെ അന്തേവാസികൾക്ക് കൃഷിയെടുക്കാനും തൊഴിൽ ചെയ്യാനുമുള്ള അവസരങ്ങളും ഉണ്ടായി. ഒപ്പം ഇതൊരു മിനിയേച്ചർ ഗ്രാമമായി മാറി. 1500-ലധികം അന്തേവാസികൾ ഉണ്ടായിരുന്ന ഇവിടെ ഇന്ന് 100-ൽ താഴെ അന്തേവാസികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് ലെപ്രസി സാനിറ്റോറിയം മാറ്റങ്ങളുടെ പാതയിലാണ്. ഇവിടെ ഒരു നേഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നു. 100ഓളം കിടക്കകളുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം ഇവിടെ ഇന്ന് സജീവമാണ്. ആരോഗ്യ മേഖലയിലെ കേരളത്തിന്റെ സമഗ്ര മാറ്റം നമുക്ക് ഇവിടെയും നേരിൽ കാണാം. ലെപ്രസി സാനിറ്റോറിയം നൂർനാട് നിലവിൽ നമുക്ക് ഇവിടെ OPയും IPയും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. OPയിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയ ഡെർമറ്റോളജി, PMR, ഓർത്തോപെഡിക്സ്, പിന്നെ അതോടൊപ്പം ഡെൻ്റൽ യൂണിറ്റ് നമുക്കിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. IPയിൽ നമുക്കിവിടെ ശരാശരി ഒരു 70 തൊട്ട് 75 പേഷ്യൻസ് IPയിലുണ്ട്. അതിൽ മെയിലും ഫീമെയിൽ പേഷ്യൻസ് ഉണ്ട്. അവർ മെയിൽ ഹോസ്പിറ്റൽ വാർഡിലും ഹൗസ് വാർഡിലും, അതുപോലെ ഫീമെയിൽ പേഷ്യൻസ് ഫീമെയിൽ ഹോസ്പിറ്റൽ വാർഡിലും ഹൗസ് വാർഡിലുമായിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ബാക്കിയുള്ള ഫെസിലിറ്റീസും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പം നേരത്തെ നമുക്കൊരു 52 കെട്ടിടങ്ങളുണ്ടായിരുന്നു. അത് ഈ 87 ഏക്കറിൽ പലയിടത്ത് സ്കാറ്റേർഡായിട്ട് കിടക്കുമായിരുന്നു ഈ ബിൽഡിങ്സൊക്കെ. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പല ബിൽഡിങ്ങിലായിട്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ പേഷ്യൻസ് വന്നുകൊണ്ടിരുന്നപ്പം എപ്പം പേഷ്യൻസിന് ഈ ബിൽഡിങ്ങിൽ നിന്ന് ആ ബിൽഡിങ്ങിൽ വരെ പോകണമെങ്കിൽ ഒരു 500, ചിലപ്പോൾ 1 കിലോമീറ്റർ വരെ നടന്നു പോയിട്ട് വേണം എല്ലായിടത്തും കറങ്ങി പല ഡിപ്പാർട്ട്മെൻറ്റും പലയിടത്തും കണ്ട് അവർക്ക് പുറത്ത് പോകേണ്ട ഒരു സമയം. അപ്പോൾ അവർക്കൊരു വന്നു കഴിഞ്ഞാൽ ആരോഗ്യപരമായി രോഗികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് OPയിൽ കാണിച്ചിട്ട് ലാബിൽ പോകണമെങ്കിൽ കുറേ നടന്നു പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കണമെങ്കിൽ വേറെ കെട്ടിടത്തിൽ പോകണം. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു നേരത്തെ ഇവിടെ നിലനിരുന്നത്. പക്ഷേ ഇപ്പം നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് 2 ബിൽഡിങ്ങാണ് വന്നിരിക്കുന്നത്. ഈ നബാർഡ് ഫണ്ടിൽ 2 ബിൽഡിങ്ങിൽ ഒരു ബിൽഡിങ് നമ്മുടെ സിമെറ്റ് നഴ്സിംഗ് കോളേജ് ഫങ്ഷൻ ചെയ്യുന്നു. വേറൊരു ബിൽഡിംഗാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന ബിൽഡിങ്. ഈ ബിൽഡിങ്ങിൽ നമ്മൾ ഈ പലയിടത്ത് സ്കാറ്റേർഡ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിനെ എല്ലാം ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നു. അതുകൊണ്ടും രോഗികൾക്ക് ഇപ്പം നല്ലൊരു സൗകര്യമുണ്ട്. രോഗികൾക്ക് വിശാലമായ ഈ OP ബിൽഡിങ്ങും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ ഈ ഒരു കൊടക്കീഴിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും അവർ വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൽ എല്ലാം കണ്ട് അവർക്ക് തിരിച്ചു പോകാം. അവർക്ക് നല്ലൊരു ഫെസിലിറ്റിയും നല്ലൊരു എൻവയോൺമെൻറ്റും നല്ലൊരു രീതിയിലുള്ള എൻവയോൺമെൻറ്റാണ് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ അവർ കിട്ടുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. വേറെ ഒരു രീതിയിലെ ബിൽഡിങ്ങാണ്. സാധാരണ കാണുന്ന ഒരു ബിൽഡിംഗ് അല്ല ഇത്. മുഴുവൻ വെന്റിലേഷനും കാര്യങ്ങളും ഉള്ള ഒരു ബിൽഡിങ്ങാണ്. നേരത്തെ നമുക്ക് OPയിലൊക്കെ പേഷ്യൻസ് ഒരു 250 തൊട്ട് 300 പേഷ്യൻസേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 600 തൊട്ട് 700 പേഷ്യൻസാണ് വന്നേക്കുന്നത്. ഈ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറിയതിന് ശേഷം പേഷ്യൻസിൻ്റെ എണ്ണം വളരെയധികം ഡബിളായിട്ടുണ്ട്. ഈ ഡെർമറ്റോളജിയിലാണെങ്കിൽ നേരത്തെ 200 തൊട്ട്
300 പേഷ്യൻസ് ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം 500 തൊട്ട് 600. നേരത്തെ തന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് കുറേ പേര് വിളിക്കും, രാവിലെ വന്ന് ടോക്കൺ എടുത്ത്, അങ്ങനെ നമുക്ക് നല്ല രീതിയിലാണ് ഇപ്പോൾ പേഷ്യൻസിൻ്റെ ലോഡ് കൂടിയിരിക്കുന്നത്. ഇതുകൂടാതെ PMR-ലും ഫിസിയോതെറാപ്പിയിലും PMR-ലൊക്കെ നേരത്തെ 50-ന് താഴെ പേഷ്യൻസ് ആയിരുന്നു. ഇപ്പോൾ PMR ഓർത്ത് വന്നപ്പോഴത്തേക്ക് അതും 150 തൊട്ട് 200 വരെ പേഷ്യൻസ് വരുന്നുണ്ട്. ഫിസിയോതെറാപ്പിക്ക് 50-ന് താഴെ ഉള്ളത് ഇപ്പം 100-നടുത്ത് ഫിസിയോതെറാപ്പിയുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ സൗകര്യമുള്ള ഒരു ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഫോട്ടോതെറാപ്പി ഉണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ മാത്രമേ ഉള്ളൂ ഫോട്ടോതെറാപ്പിയുടെ യൂണിറ്റ്. അതുകൂടാതെ ഇപ്പം നമുക്ക് MLA ഫണ്ടും ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ലിം ഫിറ്റിംഗ് സെൻറ്റർ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പുതിയതായിട്ട് നമ്മുടെ HMC ഫണ്ട് ഉപയോഗിച്ച് പുതിയതായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലിം ഫിറ്റിങ്ങിൻ്റെ ടെക്നീഷ്യനെയും നമ്മൾ നിയമിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പേഷ്യൻസിന് കുറേ പേർക്ക് നമ്മൾ ലിംബ് പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പബ്ലിക്കിൽ നിന്നും കുറേ പേര് ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ലിംബ് അവർക്കും റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ പുതിയ പ്രോജക്ട്സ് നമ്മളിപ്പം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും MLAയുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു നമ്മുടെ ഡയാലിസിസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 50 ബെഡുള്ള ഡയാലിസിസ് യൂണിറ്റ് ഈ ബിൽഡിങ്ങിൽ തന്നെ MLA സ്റ്റാർട്ട് ചെയ്യാനുള്ള 2 കോടി രൂപയാണ് MLA അതിന് മാറ്റി വെച്ചേക്കുന്നത്. അതിൻ്റെ ആരംഭഘട്ടം പണി തുടങ്ങാനായിട്ട് ഇരിക്കുവാണ്. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന MRHRU, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസും അതിൻ്റെയൊക്കെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഒരു MRHRU യൂണിറ്റ് തന്നെ നമ്മുടെ ഇവിടെ അതും വർക്ക് നടന്നുകൊണ്ടിരിക്കുക. താമസിക്കാതെ അതും ഫങ്ഷൻ ആവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലാണ്. ഇത് MLAയുടെ ഒരു സ്വപ്ന പ്രൊജക്റ്റായിരുന്നു. അതും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ പ്രൊപ്പോസലെല്ലാം തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതുകൂടാതെ 3-4 പ്രോജക്റ്റുകൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. വരുന്ന ഘട്ടങ്ങളിൽ അതും ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലാണ്. ആർട്ടിഫിഷ്യൽ ലിംബ് മാനുഫാക്ചറിങ് യൂണിറ്റാണിത്. ALC എന്ന് പറയും, ALC യൂണിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലിംബ്, അതായത് പ്രോസ്തസിസ്, ഓർത്തോസിസ്. പ്രോസ്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലോ കയ്യോ മിസ്സായിട്ടുണ്ടെങ്കിൽ, അതായത് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മുറിച്ച് മാറ്റിയിട്ടുള്ളത്, ഇല്ലെങ്കിൽ ജന്മന വൈകല്യം ഉണ്ടായിട്ട് നീളക്കുറവ് അങ്ങനെയുള്ളവർക്ക് വെച്ച് കൊടുക്കുന്ന ആർട്ടിഫിഷ്യലായിട്ട് വെച്ച് കൊടുക്കുന്ന ഒരു അപ്ലയൻസാണ് പ്രോസ്തസിസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓർത്തോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്കെൽറ്റൽ ഡിഫോമിറ്റീസ് ഒക്കെ ഉള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു അപ്ലയൻസാണ് ഓർത്തോസിസ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ PMR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് PMR ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് ഇങ്ങോട്ട് വിടും. അപ്പം അതിൻ്റെ അനുസരിച്ച് ഇവിടെ അസസ്മെൻറ്റും കാസ്റ്റിംഗ് എല്ലാം എടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ സാധനം ഉണ്ടാക്കി ഫിറ്റ് ചെയ്ത് ട്രെയിനിങ് എല്ലാം ചെയ്ത് അവരെ പരിശീലിപ്പിച്ച് ഇത് കൊടുത്തു വിട്ട് ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ചെയ്യുന്നൊരു ഇടമാണ്. ഇപ്പം ഏകദേശം 10-25 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. വളരെ റെയറായിട്ട് ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ ഗവൺമെൻറ് സെക്ടേഴ്സിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ മുതൽ മുകളിലോട്ടുള്ള ഹോസ്പിറ്റൽസ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഇവിടെ ആദ്യകാലം മുതൽ പ്രത്യേകിച്ച് ലെപ്രസി പേഷ്യൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ലെപ്രസി സാനിറ്റി. നിരവധി പേഷ്യൻസ്, അതായത് നമുക്ക് ഏകദേശം ഇപ്പോഴത്തെ ഞാനിപ്പോൾ ഏകദേശം 2021 ജൂലൈ മുതൽ ഞാനിവിടുണ്ട്. ഏകദേശം 80 മുതൽ 120 പേഷ്യൻസ് വരെ ഓൺ ആവറേജ് ഇവിടെ എല്ലാ മാസവും വരാറുണ്ട്. ഡെയിലി ഏകദേശം ഒരു 80 മുതൽ 120 പേഷ്യൻസ് വരാറുണ്ട്. പല പല തരത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ്. ഇപ്പം സ്ട്രോക്ക് ആയിട്ടുണ്ട്, ക്യാൻസർ കാരണം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കാരണം ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻസ് ഉണ്ട്. പല റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്, പലതരത്തിലുള്ള ട്രോമ, ബാക്ക് ഏക്കും ഷോൾഡർ പെയിനും ഒക്കെ ഡയബറ്റിക് കാരണം ഉണ്ടാകുന്ന ഷോൾഡർ പെയിൻസ് ഒക്കെ വളരെ കോമണാണ്. അതൊക്കെ നിരവധി പേഷ്യൻസ് ഇവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ രീതിയിലും പേഷ്യൻസുമായിട്ടായാലും ഇവിടുത്തെ സ്റ്റാഫുകൾ ആയാലും പരസ്പരം എല്ലാ രീതിയിലും നല്ലൊരു സഹകരണത്തോടു കൂടി നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു.